അന്ന് നിന്റെ കാവേൾ ഇത്ര ചുവന്നിട്ടില്ല, ഒട്ടുകുത്താനറിയില്ല, എണ്ണെഴുതാനറിയില്ല, പൊട്ടും തീരിയാത്ത പാവാടക്കാരി. അല്ല ഇവിടെ പാവാടക്കാരി നിന്ന് എന്നാ കാണിക്കുവാ? ഞാൻ നരബലി എടുത്തുവല്ലേ. നരബലിയോ? നര വലിച്ചു പറിച്ചോണ്ടിരിക്കുവാന്ന്. അതെ, നീ വേഗം ചോറെടുക്ക്, നീ പോകണ്ടതല്ലേ. ആ വേഗട്ടെ. ഇന്ന് 2 കോർമ്പല് മീനെ പിടിച്ചിട്ട് തന്നെ കാര്യം മാറാടെ. ഞാൻ വിചാരിച്ചു പണിക്ക് പോകാനാന്ന്. പിന്നെ രാവിലെ ചൂണ്ടക്കോലും കൊണ്ട് ഇറങ്ങുവാണോ? പിന്നെ ചൂണ്ടയിടണം. ഇവിടെ മീൻ പറഞ്ഞു പറയുമ്പോ കറക്റ്റായിട്ട് ഞാൻ മീൻ കൊണ്ട് എത്തിക്കണല്ലേ. ഇന്ന് പോകുന്നില്ല. പോകുന്നില്ലെന്ന്? അതെന്നാ? ഇവിടെ മോളും മരുമോളും കൂടെ ഡെയിലി അടിയല്ലയോ നടക്കുന്നത്? എന്തിനാ? എടി, അവർക്ക് കൊടുക്കാനുള്ള അതിന്റെ സമയമാകട്ടെ, വരട്ടെ. ഉള്ള സ്വത്തങ്ങ് വീതം വെച്ച് കൊടുത്താൽ നമുക്ക് സമാധാനമായില്ലയോ? നീ കടന്ന് പിടക്കാതിരുന്നാ മതി, ഞാൻ കൊടുക്കും. നിങ്ങൾ ഇന്ന് പോകുന്നില്ല. പോകുന്നില്ലെന്നോ? ഇല്ല. അതിന്റെ പോത്തോ? അകത്തന്നെ. ആ, അങ്ങനെയാണോ പറഞ്ഞേ? 2 മാസമായി സ്വന്തം വീട്ടിൽ വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഒരു ഇച്ചിരി സ്വത്ത് ഞാൻ അപ്പച്ചനോട് ചോദിച്ചുള്ളൂ. അതെങ്ങാനും അപ്പച്ചനോട് മിണ്ടിയ അപ്പച്ചൻ മിണ്ടത്തില്ലല്ലോ. എല്ലാ പണിയും ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ. എന്റെ ആങ്ങളൊരു സാധനത്തിന് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. 10 കാശുള്ള പുത്തമ്മണക്കാരി നാത്തൂൻ. 10 പൈസക്ക് ഉപകാരമില്ലല്ലോ അവള്. ഹലോ ഹലോ, ഒന്ന് സൗണ്ട് ഇല്ലാതെ അലക്കാൻ പറ്റുമോ? അയ്യോ, സൗണ്ട് ഇല്ലാതെ അലക്കാൻ എനിക്ക് അലക്കുകല്ലെ സൈലൻസർ ഒന്നും പിടിപ്പിച്ചിട്ടില്ല. അയ്യോ, അലക്കുകല്ലേലല്ല സൈലൻസർ പിടിപ്പിക്കേണ്ടത്, നിന്റെ വായില. ഹലോ എടി, നീ കേൾക്കണുണ്ടോ? എടി, ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അല്ലടി. ഇവിടെ ഒന്നുമില്ല എടി. കിടക്കാൻ കട്ടില് പോലും ഇല്ലടി. വാതിലുണ്ടല്ലോ, ആ വാതിലെടുത്ത് 4 കല്ലിന്റെ പുറത്ത് വെച്ചിട്ട് അതിലാടി കയറി കിടക്കണത്. നിനക്കറിയാലോ എനിക്ക് AC ഇല്ലാതെ ഉറക്കം വരില്ല. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ചണച്ചാക്ക് നനച്ചേച്ച് മതി പൊതച്ചേച്ച് അങ്ങ് കിടക്കുന്നേ, അപ്പൊ നിനക്ക് ഉണ്ടാവും. ഹലോ എടി, അതെ എന്റെ ഭർത്താവിന്റെ ഒരു സഹോദരി ഇവിടെ ഉണ്ട്, ഒരു ഭൂതന. അവളുടെ വിചാരം അവള് ലോക സുന്ദരി എന്നാ. ഒരു ഈർക്കിൽ അവളെ തലയിലെടുത്ത് വെച്ചു കൊടുത്താലേ ഘോഷയാത്രയ്ക്ക് ആൾക്കാർ വരി പോലെ പോണ്. അവളെ തലേത് പേമ്പോണത് കാണാം. ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലേ. നിനക്ക് അക്വേറിയത്തിൽ മീൻ വളർത്താമെങ്കിലേ എനിക്ക് എന്റെ തലയിൽ പേനും വളർത്താടി. അവള് ചോപ്പിച്ച് നടക്കുന്ന മുടി നോക്കടി, എന്റെ തലയും ചോന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിന്റെ തല ചുമന്നില്ലേ എടി, എണ്ണ തേച്ച് കുളിക്കാഞ്ഞിട്ട്. ഇത് ഞാൻ അന്തസ്സായിട്ട് കാശ് മുടക്കി കളർ ചെയ്തതാടി. എടി എന്റെ സുന്ദരനായ ആങ്ങളെ കയ്യും കലാശവും കാണിച്ച് നീ വളച്ചെടുത്ത് കൊണ്ടുവന്നല്ലേടി ഇവിടെ. അയ്യോ, സുന്ദരന്റെ കാര്യം പറയണ്ട. കയ്യും കലാശം കാണിച്ച് വളച്ചെടുക്കാൻ പറ്റിയ ആള്. എടി, നീ കൂടുതലൊന്നും സംസാരിക്കണേ കേട്ടല്ലോ. ഇവിടുത്തെ സ്വത്ത് വാങ്ങിച്ചോട്ടെ, ഞാൻ ഇവിടുന്ന് പോകും. എന്റെ അപ്പച്ചന്റെ സ്വത്ത് കണ്ടിട്ടാണെങ്കിലേ മോൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിർത്തനടികളോ? മോളെ, നീ ഇവള് പറയുന്നത് കേട്ടൊന്നും വിഷമിക്കണ്ട. അപ്പച്ചൻ പറഞ്ഞിട്ടില്ലയോ സ്വത്ത് എഴുതി തരുമെന്ന്? അപ്പൊ പുത്തൻ പണം കിട്ടിയപ്പോ ഈ മോളെ അമ്മച്ചിക്ക് വേണ്ടല്ലേ? എന്റെ ആങ്ങളെ ഒന്ന് വന്നോട്ടെ അമ്മച്ചി. നീ വണ്ടി തള്ളിക്കൊണ്ട് കരഞ്ഞോണ്ട് തന്നെ. അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം ചിരിച്ചു തളരരുതെന്ന്, അതുകൊണ്ടാ കരഞ്ഞു തള്ളിക്കൊണ്ട് വന്നത്. എന്തോ ഈ ഭൂതൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല. നമുക്ക് എന്താന്ന് വെച്ചാ കിട്ടാനുള്ളത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങണം. നമ്മളെ 2 പേര് 2 പാത്രത്തിലാക്കാൻ നോക്കുന്നടാ. നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കണം, അല്ല സ്വന്തം വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് ഭാരമായി നിൽക്കാനല്ലേ. കണ്ടോ നിങ്ങളേന്ന് ഇവള് വിളിച്ചു കേട്ടോ, നിങ്ങളേന്ന് ഈ മൂരാച്ചി വിളിച്ചു കേട്ടടാ. അവള് പറഞ്ഞ സത്യമല്ലേ മൂരാച്ചി, മൂത്ത ചേച്ചി. ആരോഗ്യത്തോടെ ചോദിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങോട്ട് ചെന്ന് ചോദിക്കും. അമ്മച്ചി വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചില്ലേ? ചക്ക പുഴുങ്ങി വെക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്നും കഴിച്ചില്ലേ? ബിരിയാണിയാ, മട്ടൻ ബിരിയാണി. എനിക്ക് കൂടെ അവക്ക് വാങ്ങിച്ചതാ. ആ തൊട്ട് കഴി. കൊക്കോപ്പുഴു വന്ന് യാവുള്ളൂ. ഞാനേ ഈ നശിച്ച ചൂണ്ട പണയം വെക്കാനായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. 100 രൂപ കിട്ടും. ഞാൻ അപ്പൊ മാർക്കറ്റിൽ പോയി 100 രൂപ മീൻ മേടിച്ചോണ്ട് വരാം, അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ള തോന്നൽ വേണം. അങ്ങനെങ്കിലും മീൻ കൂട്ടി ചോർന്നല്ലോ. എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ അമ്മച്ചി. എന്റെ ഇച്ചായ ഇങ്ങോട്ട് വരട്ടെ. അയ്യോ, വന്നേച്ചാലും മതി. എന്റെ ഇച്ചായ എല്ലാ കൂട്ടുകാരികൾക്കും ഗൾഫിൽ കിടക്കുന്നവന്മാരെ കിട്ടി. എനിക്ക് കിട്ടിയതോ 24 മണിക്കൂർ ഷാപ്പിൽ കിടക്കുന്ന ഒരുത്തനെ. സമാധാനം ഇച്ചായ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റത്തില്ല. ചായ
ഞാൻ കഴിച്ചോണ്ട് അമ്മച്ചി അറിയില്ല. ഇല്ല ചായ ഭാഗത്തോട്ട് കയറുക. എല്ലാം കഴിച്ചോടി. ഞാനൊന്നും കഴിച്ചിട്ടില്ല ചായ. ഇവിടെ പൂര പണിയാ. എന്റെ മക്കള് വല്ലതും കഴിച്ചോടി. ഇല്ല അവര് സ്കൂളിൽ പോയില്ല. എനിക്കറിയായിരുന്നു ഇവിടെ വന്ന പട്ടിണി കിടക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ ഷാപ്പിൽ നിന്ന് കപ്പ കയറ്റി വെച്ചാ വന്നത്. ആ അല്ല പിന്നെ നീ എന്നെ ഇപ്പൊ പറഞ്ഞു ചായ ഇങ്ങോട്ട് കയറി വാ. അങ്ങോട്ട് ഞാൻ കയറി വരാനോ? എടി എന്റെ പട്ടി കാല് കുത്തു ആ പെരക്കകത്തോട്ട്. അയ്യാ മണിമാളിക തട്ടിയിട്ടേക്കുമല്ല ഒരു മണിമാളിക. അളിയാ എന്റെ അളിയ ബിരിയാണിയൊക്കെ മേടിച്ചെന്ന് ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ട്. ഞാൻ അതേ ചോദിച്ചു. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെ കഴിച്ച്. ബിരിയാണി ചോദിക്കാനാണോ പറഞ്ഞേ? നമ്മുടെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ. അളിയോ ആ കാര്യമൊക്കെ ശരിയാ. ഞാൻ ഇവിടെ എവിടെയാ കിടക്കുന്നേ? ഭാര്യ വീട്ടിലാ കിടക്കുന്നേ. എനിക്ക് അന്തസ്സില്ലാത്തവനായതുകൊണ്ടല്ല. അളിയനത് മനസ്സിലാക്കണം. പക്ഷെ എനിക്കിന്ന് അറിയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരാണാണ്, അളിയനൊരാണാണ്. എനിക്ക് തരാനുള്ള വീതത്തിന്റെ കാര്യം അളിയൻ എന്നാന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ ഒരു വെള്ളപ്പാറ്റയെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ ചെലവിൽ കഴിഞ്ഞേച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് തരാനുള്ള എന്നാന്ന് വെച്ചാൽ അളിയാ വീട് അവിടെ നിൽക്കട്ട്. നിങ്ങളൊക്കെ ഒരു കാര്യം ആലോചിക്കണം. ഞാൻ മാട് കണക്ക് ആ വർഷപ്പൊക്കെ എടുത്ത് പണിയുന്നുണ്ട്, ഇവിടെ ആഹാരം കഴിച്ച് കിടക്കണം, അറിയാ? അത് ശരി. അപ്പൊ അളി ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. എന്തുവാ? ഞാനും എന്റെ ഭാര്യ എന്റെ മക്കൾ ഇവിടുന്ന് കഴിക്കുന്നതിന്റെ കണക്കളിയാൻ പറഞ്ഞു. സത്യമല്ലേ? ഞാൻ ഉണ്ടായിക്കൊണ്ട് വരുന്നല്ലേ നിങ്ങൾ കഴിക്കുന്നത്? നിർത്തിയേ നിർത്തി. ഇനി ഞാനിവിടെ നിൽക്കുവാണെന്ന് ഞാൻ രണ്ടാമത് ജനിക്കണേ. പിള്ളേരെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചോളൂ. നീ തുണിയും മണിയൊക്കെ എന്നാന്ന് വെച്ചാൽ എടുത്ത് നമുക്ക് പോ. അയ്യോ ചായ ഞാൻ തുണി അലക്കിയിട്ടേക്കല്ലേ. അതിനിപ്പോ നാളത്തെ ഞങ്ങാനിപ്പോ തുണി അലക്കിയിട്ടേക്കോ. ഈ തുണി എല്ലാം കൂടി ഞാൻ വായിട്ട് കത്തിക്ക്. ഞാൻ പറഞ്ഞു ആരളിയനോ? അളിയനാണെന്ന് ഞാൻ പറയാം. നനഞ്ഞ തുണി എങ്ങനെ അളിയൻ കത്തിക്കുന്നത്? അത് എന്നാ ഓർത്താണ് പറയുന്നത്? ഹലോ എനിക്ക് എന്റെ കാര്യത്തിൽ ഞാൻ കഞ്ഞിക്കുഴി വന്ന് കഞ്ഞിക്കുഴി പാലത്തിന്റെ അവിടുന്ന് എന്റെ സുഹൃത്തെ ഞാൻ വരി കൃത്യമായിട്ട് കൊണ്ട് സംഭവം തരും കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ്. എക്സ്ക്യൂസ് മീ, ഈ ചാക്കപ്പന്റെ വീടാണോ? ആ ഓക്കെ. ഒരു ഡെലിവറി ഉണ്ടേ. അപ്പച്ചനാ? ആ ഒന്ന് പിടിച്ചേ. ആ ഇതാണ് പ്രോഡക്റ്റ്. ഓക്കെ, ആ ബില്ലൊന്ന് പേ ചെയ്തേക്കണേ. 500 രൂപ കേട്ടോ. ഉണ്ടാക്കിയത് പോയി. ഓക്കെ അപ്പൊ ശരി, ഞാൻ ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി. അയ്യോ എന്റെ അപ്പച്ചൻ എനിക്ക് മേടിച്ചതായിരിക്കും. എന്റെ ഭർത്താവ് വരുത്തിയ സാരമില്ലയോ? ഇത് ഞാൻ തുറക്കും. നമുക്ക് തുറക്കാൻ പറ്റി. നല്ല കളറാ. അയ്യോ എനിക്കാൻ തോന്നണട്ടാ. ഇപ്പഴല്ലേ ഗുട്ടൻസ് മനസ്സിലായത്? എന്തുവാടാ? ചൂണ്ടമായിട്ട് രാവിലെ പോകുന്നുണ്ടല്ലോ ഇവിടുന്ന് ഒരുത്തൻ. അതിന്റെ തെളിവാണ്. ഇത് പോരാഞ്ഞിട്ട് വേറെ സാധനം ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലടി. എടി നിന്റെ അപ്പന് വേറെ വക പിള്ളേരുണ്ട്. ആ പുള്ളിക്ക് മേടിച്ച ഉടുപ്പാത്. എനിക്ക് തോന്നി ഇവളുടെ അപ്പനല്ലേ അതേ കാണിക്കൂ. എന്റെ അപ്പച്ചനെ പറയാറാ നീ? അപ്പച്ചനെ പറഞ്ഞല്ല. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പുള്ളിക്കാരൻ വല്ലവന്റെ മൊബൈലിൽ കയറി ഇത് ചെയ്തേച്ച് ഈ സാധനം മേടിക്കേണ്ട ആവശ്യം ഉണ്ടോ? അപ്പൊ ഇതിന്റെ പിറകിൽ അപ്പച്ചൻ എന്തോ ഒരു കുട്ടൻസ് ഉണ്ട്. അത് മാത്രമല്ല അമ്മച്ചിക്ക് ഒരു കാര്യം പറയാം. 10 പേര് അറിയരുത് നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, അങ്ങനൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എന്തോ പറയുന്നേ? ഞാൻ പറഞ്ഞു തരാം അമ്മച്ചി. ഈ പുള്ളി പണിക്ക് പോകുന്നുണ്ടോ വീട്ടിൽ? എവിടെ പണിക്ക് പോകുന്നു? ചൂണ്ടിടാൻ പോകുന്നു. അതാണോ ഈ പുള്ളിയുടെ ഏറ്റവും വലിയ പണി? ഈ പുള്ളി പണിക്ക് പോകുന്നില്ല, പുള്ളിയുടെ മീൻ മേടിക്കാൻ പൈസയുണ്ട്. ഇതെവിടുന്ന് കൊടുക്കുന്നു? ആര് കൊടുക്കുന്നു? പുള്ളി രാവിലെ ഏത് നേരം നോക്കാതെ മുടി ചീകിച്ച മുടി ഡൈ ചെയ്യുന്നു. ആരെ കാണിക്കാൻ? ആ പുള്ളി എങ്ങനെ ഇരിക്കുന്നു, അമ്മച്ചി അങ്ങനെ ഇരിക്കുന്നു. അമ്മച്ചി ഇതൊക്കെ അന്വേഷിക്കണുണ്ടോ? എവിടെയാണ് ഈ രാവിലെ ചൂണ്ട പൊക്കി പിടിച്ചോണ്ട് പോണെന്ന് അന്വേഷിക്കണുണ്ടോ? നാട്ടുകാര് കേട്ട ആർക്കിത് പേരുദോഷം ഇറക്കാൻ പറ്റുമോ? നമുക്ക് പുള്ളിക്ക് അങ്ങനെ പറ്റി പോയത് പോട്ടെ. പക്ഷെ നമ്മുടെ വീട് എരിയുന്നത് പുറം അറിയരുത്. മനുഷ്യൻ നമ്മളെ നാളെ കളിയാക്കരുത്. അതാ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ പുള്ളിയില്ലേ എന്റെ അമ്മായച്ചൻ, പുള്ളിക്ക് വേറെ ജാരസന്ധതി ഉണ്ടെന്ന്. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഈ പതുക്കെ ആൾക്കാർ കേൾക്കും. അതുകൊണ്ടല്ലേ എന്നാലും ഇത്രയും സുന്ദരിയായ അമ്മച്ചിയെ കളഞ്ഞിട്ട് ഈ അമ്മച്ചൻ വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഡൈയും ചെയ്തെന്നും നടന്നുകൊണ്ടിരുന്നെന്ന് വെള്ളത്ര തൂടിത്തിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴു. ഇത് വളരെ സന്തോഷത്തിലാണല്ലോ എല്ലാരും. സന്തോഷിക്കാനുള്ള വകയില്ലേ നിങ്ങൾ തന്നിരിക്കുന്നേ? മീന
അല്ലയോന്ന എടി കാശ് കൊടുത്ത സാധനമാണ് നീ എന്തിനാ വലിച്ചെടുക്കുന്നത്? കൊടുത്ത സാധനം അഭിനയത്തിന്റെ ചക്രവർത്തി തോമസ് ചേട്ടാ, അഭിനയത്തിന്റെ ചക്രവർത്തി. നിങ്ങൾക്കൊന്നും അറിയത്തില്ല മനുഷ്യ. ഈ സൈഡ് ചെറുതായിട്ട് നടത്തിട്ടുണ്ട്. അതിനെ പറ്റിയാ പറ്റാ ഡൈ ചെയ്യായിരുന്നേ. നാളത്തേന് ചെയ്യാലോ. കേട്ട് നാളത്തേക്കാണ്. ഈ ഇടയായിട്ട് അപ്പച്ചന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം ഉണ്ട്. എന്നെ സംഭവം നമ്മൾ അറിയുന്നുണ്ട്. അപ്പച്ചനോട് ഇച്ചിരി സ്വത്ത് വെച്ചപ്പോ അപ്പച്ചന് തരാൻ വയ്യല്ലോ. ഇപ്പൊ മനസ്സിലായി എന്താ കാര്യം. അപ്പച്ചനാ പറ്റി ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുന്നതിന്റെ കേസ്. വേറെ പണിയൊന്നുമില്ലല്ലോ, തിന്നുക പോയി ചൂണ്ടിയിടുക. വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്നാലും വിശ്വസിപ്പിക്കാൻ പുള്ളി ഭയങ്കര മിടുക്കനോട്ടോ. എന്നാന്ന് പറ. അച്ചാച്ചൻ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ചാച്ചൻ വല്ല നാടകത്തിൽ പോയി അഭിനയിക്കണം. നിങ്ങൾ എങ്ങനെ അഭിനയിക്കുന്നത്? ഈ കുടുംബം ഈ അമ്മച്ചി ഇതുപോലെ ചതിച്ചിട്ട്. അപ്പച്ച ഞാൻ അങ്ങനെയാണ് എന്താ രീതിയിലാണ് ചതിച്ചത്? അതെ, എല്ലാം ഞങ്ങൾ അറിഞ്ഞു. അങ്ങ് തുറന്ന് പറഞ്ഞാ മതി. എന്നെ സംഭവം എന്നാ? പോയി 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 ചൂണ്ട എവിടെയാ കൊളത്തിയാന്ന് എനിക്കറിയണം. അപ്പച്ച ഓൺലൈനിൽ വല്ല മരത്തിയായിരുന്നോ? ഓൺലൈനിൽ ഞാൻ മറത്തില്ലോ. തോമസ് ചേട്ടൻ ഉണ്ടല്ലോ, ചൂണ്ടയിടാൻ പോകുന്ന തോമസ് ചേട്ടൻ ഉണ്ടല്ലോ. എന്നെ ഭ്രാന്താണോ? പെണ്ണോ? ഒറ്റ കീറിയാൻ പറ്റും. ഏത് പെണ്ണ്? നിങ്ങൾ എന്ത് വേണം ഈ പറ? നാടകം കളിക്കുവാണോ? അതേനെ എന്നെ കിടന്ന് ഉരുന്നിട്ട് കാര്യമില്ല. നേരത്തെ തൊല്ലി പോകുന്നുള്ള അല്ലാതെ പിടിക്കപ്പെട്ടു. എന്ന് പിടിക്കപ്പെട്ടെന്ന് നിങ്ങളോട് ഞാൻ 10,000 പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ വീതം താ, ഞങ്ങളുടെ വീതം തരാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ പറഞ്ഞത് സമയാകട്ടെ വരട്ടെ എന്ന് പറഞ്ഞു. സാധനം വന്നിട്ടുണ്ട്. വന്നു. നിങ്ങൾ പറഞ്ഞോ ഈ സാധനം വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഞാനങ്ങ് വീതം വെച്ച് തരാം. അത് പറഞ്ഞായിരുന്നു. ആ വന്ന സാധനം ഇങ്ങെടുത്തടി. വന്ന സാധനം ഇങ്ങെടുക്കടി. ഇതല്ലേ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുത്തിയ സാധനം? ഇതാ സാധനം. സത്യം പറ, ഏത് ഒളിവാട്ടാ നിങ്ങൾക്ക് ബന്ധമുള്ളത്? ആരുടെയാണെന്നോ? നിന്റെയാണോ? നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ട്. അതേ മകളുണ്ട്. ആ മകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയലോട്ടോ. അപ്പച്ചൊരു കാര്യം പറഞ്ഞേക്കാം, വീതം 2 വായിക്കാൻ പറ്റുള്ളൂ, 3 ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നാ നോക്കി നിൽക്കുക. 3 മണിയൊക്കെ എടുത്തോണ്ട് വാ പോകും. ഇതുപോലെ ഇത്രയും വൃത്തികെട്ട ഫാമിലിയിൽ നമ്മൾ നിൽക്കൂല. ഞാൻ ബാഗ് ഞാനും പോവാ. ഹലോ, ഞാൻ എത്തിക്കോളാം. കൃത്യമായിട്ട് 3 തവണ ഞാൻ അവിടെ എത്തിയത്. അമ്മച്ചി ശരി, 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 ഞാൻ വിളിക്കാം. അതെ പിന്നെ നേരത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നു. അത് സാറ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാ. സത്യത്തിൽ ഈ പ്രോഡക്റ്റ് അല്ല ഇവിടെ തരേണ്ടത്, മാറിപ്പോയതാ. നിങ്ങൾക്കുള്ളത് ഇവിടെയാണ്. ഇതാണ് ഈ കിടക്കുന്നതാ. അയ്യോ, അത് മാറിപ്പോയതാ സുഹൃത്തെ. മാറിപ്പോയതാ. ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഉറപ്പാണ്. എല്ലാം വെച്ച് നോക്കി. ബാർകോഡൊക്കെ വെച്ച് കറക്റ്റ് അത്. സോറി. ഇത് നിങ്ങൾ ഓർഡർ ചെയ്തത് തന്നെയാണോ? ഞാൻ ഓർഡർ ചെയ്താ. ഇതെന്തുവാ ഇത്? ഒക്കെ ഉണ്ടടി. ഞാൻ പറഞ്ഞില്ല വരുമ്പോ എല്ലാം റെഡി ആയിട്ട് വരും, സമയമാകുമ്പോ വരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഈ വണ്ടി കയറ്റി വെക്കാം. ഇവിടെ എന്നാടി വിഷയം? എന്നാടി എല്ലാരും അങ്ങ് ഇറങ്ങിപ്പോയതാണല്ലോ. ഇപ്പൊ എല്ലാരും ഓടി വന്നേക്കുള്ളൂ. അപ്പത്തിന് തെറ്റ് പറ്റിയെന്ന് അറിയാലോ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ അപ്പച്ചന് വല്ല തെറ്റും പറ്റിയായിരിക്കും. അല്ലാതെ നിങ്ങൾ ഈ കിടന്ന് ചാടുന്ന പോലെ അല്ലെന്ന്. ഇൻസ്ട്രുമെന്റ് ബോക്സ് പിള്ളേർക്കായിരിക്കും അല്ലേ? ബോക്സ് അല്ല ഇത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ ഒപ്പിടുമ്പോ വലിയ പ്രശ്നമാ. ഒരു ഉപ്പിടാൻ പോലെ 10,000 ഉപ്പ വെറൈറ്റി ആയിട്ട് അങ്ങ് മാറുക. അതിന്റെ പേരിൽ ഞാനൊരു കാര്യം ചെയ്തു. സ്വന്തമായിട്ട് ഞാൻ ഒപ്പിടാൻ തീരുമാനിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് തമ്പിലടിക്കാൻ വേണ്ടി. ഓഹോ, അപ്പൊ ഈ മേടിച്ചിട്ട് ഞങ്ങൾക്ക് വീതം വെച്ച് തരാനുള്ള ആധാരത്തിൽ മാറിപ്പോകത്തില്ലോ. അപ്പൊ ഏതായാലും ഈ സാധനം മേടിച്ച് എനിക്ക് ആധാരം എടുത്തോണ്ട് വരുന്നു, ഇതിനകത്തോട്ട് ഒപ്പെടുത്തു, അവർക്ക് അവരുടെ സ്ഥലം കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യുന്നു. ഒന്നും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. അതെന്നാ ഓർത്തോ? അതങ്ങനെ തന്നെയാ. അപ്പൊ പിന്നെ ഞങ്ങൾ സ്ഥലത്തിന്റെ കാര്യമോ? സ്ഥലത്തിന്റെ കാര്യം സ്ഥലം തരുന്നില്ലെന്ന് പറഞ്ഞോ. അപ്പൊ ഞങ്ങളുടെ വീടും ഇല്ല. അപ്പൊ പിന്നെ ഈ കിഡ്നാപ്പിനോ? ഈ കിഡ്നാപ്പോ ഇത് വന്ന സ്ഥിതിക്ക് ഒരു സംഭവം ഉണ്ട്. ഇത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മുക്കിയിട്ട് ഗോവിന്ദ അപ്പച്ച